ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബർ 15 തീയതിയാണ് ഏകാദശി. എന്നാൽ ഇസ്കോണിൽ ഡിസംബർ 16 തീയതിയാണ് ഏകാദശി അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ ഇസ്കോൺ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ ഏകാദശി ഇസ്കോൺ ഗ്രൂപ്പിൽ പറയുന്നത് പോലെ 16 തീയതി തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. ഡിസംബർ മാസം 15 തീയതി തിങ്കളാഴ്ച സഫല ഏകാദശിയാണ്. ഇത് കേരളത്തിൽ തൃപ്രയാർ ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. ആചാരാനുഷ്ഠാനങ്ങളോടെ ഈ സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതാണ്. ഇനി നമുക്ക് ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ദശമി ദിവസമായ ഡിസംബർ 14 തീയതി വൈകുന്നേരം 6:49 ആരംഭിച്ച് അവസാനിക്കുന്നത് ഏകാദശി ദിവസം, അതായത് ഡിസംബർ 15 തീയതി തിങ്കളാഴ്ച രാത്രി 9:19. ഇനി വ്രതകഥ നോക്കാം. ഈ വ്രതകഥയെക്കുറിച്ച് ബ്രഹ്മപുരാണത്തിലും പത്മപുരാണത്തിലും പറയുന്നുണ്ട്. ഒരിക്കൽ അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മധുസൂദന, പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പ്രാധാന്യമെന്താണ്? ഏകാദശിയുടെ പേരെന്താണ്? ഈ ദിവസം ആരാധിക്കേണ്ടത് ഏതു ഭഗവാനെയാണ്? ഇതെല്ലാം വിശദമായി അങ്ങനെക്ക് പറഞ്ഞു തന്നാലും. ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഹേ പാർത്ഥ, ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ വേഗത്തിൽ ഭഗവാൻ വിഷ്ണു പ്രസാദിക്കുന്നു. ഈ ഏകാദശിയുടെ അധിപൻ ഭഗവാൻ നാരായണനാണ്. ചതുർബാഹുവായ നാരായണനെയാണ് ഈ ദിവസത്തിൽ ആരാധിക്കേണ്ടത്. ഈ ഏകാദശിക്ക് നാരങ്ങ, നാളികേരം എന്നിവ മറ്റു നിവേദ്യങ്ങൾക്കൊപ്പം വയ്ക്കാവുന്നതാണ്. ഈ വ്രതം ആചാരപൂർവം അനുഷ്ഠിച്ച് രാത്രി ഉണർന്നിരിക്കുകയും ചെയ്താൽ 5000 വർഷത്തെ തപസ്സിന് തുല്യമായ പുണ്യമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം 1000 അശ്വമേധ യാഗങ്ങൾ നടത്തിയതിന് തുല്യമായ പുണ്യമാണ് ഓരോ ഭക്തനും ലഭിക്കുന്നത്. ഹേ കുന്തിപുത്ര, ഈ സഫല ഏകാദശിയുടെ കഥ ശ്രദ്ധിച്ചു കേൾക്കൂ. പുരാതന കാലത്ത് ചമ്പാവതി എന്ന നഗരം ഭരിച്ചിരുന്നത് മഹിഷ്മനൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് 4 ആൺമക്കളായിരുന്നു. മൂത്ത മകൻ ലുംബകൻ വളരെ ദുഷ്ടനും പാപിയുമായിരുന്നു. അവൻ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. തൻ്റെ പിതാവിൻ്റെ സമ്പത്ത് യജമാനത്തിമാർക്കും വേശ്യകൾക്കും വേണ്ടി ദൂർത്തടിക്കുകയും ദേവതകളെയും ബ്രാഹ്മണരെയും വൈഷ്ണവരെയും പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത കിരീടാവകാശിയായതുകൊണ്ട് ജനങ്ങൾ പേടിച്ച് ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും രാജാവിനെ അറിയിച്ചിരുന്നില്ല. ഒരു ദിവസം രാജാവ് ഇതെല്ലാം അറിഞ്ഞു. ഉടൻ തന്നെ ലുംബകനെ രാജ്യത്തു നിന്ന് നാടുകടത്തി. ഒടുവിൽ കാട്ടിലകപ്പെട്ട ലുംബകൻ വിശന്നു വലഞ്ഞപ്പോൾ സാധുമൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി ഭക്ഷിക്കുകയും രാത്രിയിൽ പിതാവിൻ്റെ രാജ്യത്തു കയറി മോഷ്ടിക്കുകയും നഗരവാസികളെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലുംബക താമസിച്ചിരുന്ന കാട് ഭഗവാന് പ്രിയപ്പെട്ട കാടായിരുന്നു. ആ കാട്ടിൽ പുരാതനമായ ഒരു ആൽമരവും ഉണ്ടായിരുന്നു. മഹാപാപിയായ ലുംബക ആ ആൽമര ചുവട്ടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വന്നു. ആ ഏകാദശിയുടെ തലേന്ന് ദശമിയിൽ വളരെ തണുപ്പുള്ള രാത്രിയായിരുന്നു. ആ രാത്രിയിൽ തണുപ്പ് സഹിക്കാൻ കഴിയാതെ ലുംബക തളർന്നു വിറച്ചു താഴെ വീണു. ഈ ദശമി ദിവസം ഒന്നും കഴിക്കാനും കിട്ടിയിരുന്നില്ല. അതികഠിനമായ തണുപ്പുമായിരുന്നു. ഈ കാരണത്താലാണ് ലുംബക അബോധാവസ്ഥയിലേക്ക് പോയത്. പിറ്റേന്ന് സഫല ഏകാദശിയിൽ ബോധം തിരിച്ചു കിട്ടി. എഴുന്നേറ്റ് കാട്ടിൽ ഭക്ഷണം തേടി. വേട്ടയാടാൻ കഴിയാത്തതിനാൽ നിലത്ത് കിടന്ന പഴങ്ങൾ ശേഖരിച്ചു. ആൽമുര ചുവട്ടിൽ തിരിച്ചു വന്നു അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് ആ പഴങ്ങൾ കഴിക്കുവാൻ തോന്നിയില്ല. എന്നിട്ട് പറഞ്ഞു: ഭഗവാനെ ഞാനിത് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആൽമര ചുവട്ടിൽ ഈ പഴങ്ങളെല്ലാം സമർപ്പിച്ചു. ക്ഷീണിതനായതിനാൽ ഉറങ്ങുവാനും കഴിഞ്ഞില്ല. അങ്ങനെ അറിയാതെ ലുംബക ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു, അതും ഉണർന്നിരുന്നു കൊണ്ട്. ഇക്കാരണത്താൽ ഭഗവാൻ ശ്രീഹരി ലുംബകയെ അനുഗ്രഹിച്ചു, പാപമുക്തനാക്കി നാട്ടിൽ തിരിച്ചയച്ചു.
പിതാവ് മകനെ രാജ്യഭരണം ഏൽപ്പിച്ച് കാട്ടിൽ തപസ്സനുഷ്ഠിക്കുവാൻ പോയി. ലുംബകയും കുടുംബവും വിഷ്ണുഭക്തരായി മാറി. ജീവിതാവസാനത്തിൽ ലുംബകയ്ക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. ഈ കഥ എന്താണ് നമുക്ക് തരുന്ന സന്ദേശം? ഭഗവാന്റെ അപാര കാരുണ്യത്തെയും അതോടൊപ്പം ഒരാൾ അറിയാതെ പോലും ഈ സഫല ഏകാദശി ദിവസം ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് പാപങ്ങൾ നശിച്ച് ജീവിതാവസാനത്തിൽ മോക്ഷം ലഭിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ വ്രതകഥ. നമ്മൾ ഏകാദശിക്ക് ഈ വ്രതകഥ കേൾക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതോടൊപ്പം തന്നെ ദ്വാദശിക്ക് പാരണ വീടുമ്പോഴും വ്രതകഥ കേട്ടുകൊണ്ട് നമ്മുടെ നാമങ്ങളെല്ലാം ജപിച്ചിട്ട് പാരണ വീടിയതിന് ശേഷം വ്രതകഥ കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതും വളരെ പുണ്യകരമാണ്. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കേണ്ടത്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ദിവസം ഡിസംബർ 14-ാം തീയതിയാണ്. അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് കീർത്തനങ്ങൾ ജപിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭാഗവത പാരായണം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഹരിനാമകീർത്തനം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ഒരിക്കൽ ആഹാരം, അതായത് രാവിലെ ഗോതമ്പിൽ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം. രാത്രി ഭക്ഷണം വൈകുന്നേരം 5 മണിക്ക് തന്നെ കഴിച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ മരുന്ന് കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും അതികഠിനമായ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. രാത്രിയിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെന്നുള്ളവർ ഫ്രൂട്ട്സും പാലും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം ഏകാദശി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രഭാത സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് കീർത്തനങ്ങളെല്ലാം ജപിച്ച് അതിനുശേഷം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ നമുക്ക് ദർശനം നടത്താവുന്നതാണ്. നമ്മൾ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ട് ആ നിവേദ്യം പ്രസാദമായിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. വ്രതമെടുക്കുന്നവർ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും തന്നെ ആ പ്രസാദം നൽകാവുന്നതാണ്. എന്നാൽ ധാന്യങ്ങൾ കൊണ്ടുള്ള പ്രസാദം നമ്മൾ ഭഗവാന് നേദിക്കുകയാണെങ്കിൽ ആ നിവേദ്യം പ്രസാദമായി നമുക്ക് ലഭിക്കുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആരും തന്നെ ധാന്യങ്ങളൊന്നും കഴിക്കുവാൻ പാടില്ല. അപ്പോൾ അരിപ്പായസം, അവൽ പായസം എന്നിവ അല്ലെങ്കിൽ മലർ എന്നിവ ഭഗവാൻ നേദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ അന്ന് കഴിക്കുവാൻ പാടില്ല. ഭഗവാന് പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് നമുക്ക് അണിയിച്ചൊരുക്കുമ്പോൾ മഞ്ഞപ്പൂക്കൾ, തുളസി ഇലകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. താമര ലഭിക്കുമെങ്കിൽ അതും വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയെ അതുപോലെ നമ്മൾ അണിയിച്ച് ഒരുക്കേണ്ടതാണ്. ഏകാദശി ദിവസം 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തുന്നത് വളരെ പുണ്യകരമാണ്. അതോടൊപ്പം ശ്രീമദ് ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ പുണ്യമാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലമായി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വെള്ളം പോലും കുടിക്കാതെ നമുക്ക് ഉപവാസമായി ഇരിക്കാവുന്നതാണ്. എന്നാൽ ആരോഗ്യസ്ഥിതി നല്ലതല്ലെങ്കിൽ നമുക്ക് വളരെ മിതമായ രീതിയിൽ ആഹാരം കഴിച്ചുകൊണ്ട്, ആഹാരം എന്ന് പറയുമ്പോൾ ധാന്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പാലുൽപ്പന്നങ്ങൾ, പാല്, ഫ്രൂട്ട്സ്, കപ്പലണ്ടി, ചൗരി, ചാമ, ഏകാദശി പുഴുക്ക്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് മിതമായി ഭക്ഷിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പീരീഡ്സ് സമയത്തും പുലവാലായ്മ ഉള്ള സമയത്തും ഓം വെച്ചുള്ള യാതൊരുവിധ മന്ത്രങ്ങളും ജപിക്കുവാൻ പാടില്ല. കൊച്ചുകുട്ടികൾ, വൃദ്ധർ, രോഗികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ നോൺ വെജൊന്നും കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ജപിച്ച് ശുദ്ധമായി ഇരുന്ന് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പീരീഡ്സ്, പുലവാലായ്മ ഉള്ളവർ ദീപത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥനകൾ ചെയ്യരുത്. നമ്മുടെ റൂമിലിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ച് ശുദ്ധമായി ശുഭ്രവസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി നമുക്ക് വ്രതത്തോടിരുന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി പാരണ വിടുന്ന ദിവസം, അതായത് 16-ാം തീയതി രാവിലെ തുളസി തീർത്ഥം സേവിക്കാതെ ശുദ്ധമായ ജലം
സേവിച്ചുകൊണ്ട് ആ സമയത്ത് പാരണ വിടാവുന്നതാണ്. പീരീഡ്സ് ടൈമിലും പുലവാലായ്മ ഉള്ളപ്പോഴും തുളസിയിലകൾ പറിക്കരുത്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഹരിവാസര സമയം ഏകാദശി ദിവസം ഡിസംബർ 15-ാം തീയതി ഉച്ചയ്ക്ക് 2:44 ആരംഭിച്ച് 16-ാം തീയതി ഡിസംബർ 16-ാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിന് 4 മണിക്ക് ഹരിവാസര സമയം അവസാനിക്കുന്നു. ഈ സമയത്ത് ഉപവാസം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നവർക്കെല്ലാം തന്നെ ജലം മാത്രം സേവിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ വ്രതം നോറ്റുകൊണ്ട് നമുക്ക് ഉപവാസമായി ഇരിക്കാവുന്നതാണ്. ഈ സമയത്ത് ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരിവാസര സമയത്ത് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഉറക്കമൊഴിയുന്നത് വളരെ പുണ്യമാണ്. പാരണ വിടുന്നത് നോക്കാം. പാരണ വീടുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി വിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ പോയിട്ട് നമുക്ക് പാരണ വീടാവുന്നതാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാം. എന്നിട്ട് വീട്ടിൽ വന്ന് അരിയാഹാരം, ധാന്യത്തിലുള്ള അരിയാഹാരം അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വ്രതം മുറിക്കാവുന്നതാണ്. എന്നാൽ അന്ന് ദ്വാദശിയാണ്. ഒരിക്കൽ മാത്രം കഴിച്ച് ഒരിക്കൽ ഊണ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദ്വാദശിക്കും ദശമി പോലെ മറ്റുള്ള 2 നേരങ്ങളിലും ഫ്രൂട്ട്സോ പാലോ എന്തെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഭക്ഷണങ്ങൾ യാതൊന്നും തന്നെ അന്ന് കഴിക്കുവാൻ പാടില്ല. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. പാരണ വിടുന്നത് വ്രതം അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് വീട്ടിലിരുന്നും പാരണ വിടാവുന്നതാണ്. ഭഗവത് നാമങ്ങൾ ജപിച്ച് ഭഗവത് കീർത്തനങ്ങളെല്ലാം ചൊല്ലിയതിന് ശേഷം ഭഗവാന് ധൂപദീപ ആരതി എടുത്ത് അതിനുശേഷം തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പാരണ ടൈം കേരളത്തിൽ 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:29 മുതൽ 8:49 വരെ. തമിഴ്നാട് 6:24 മുതൽ 8:40 വരെ. ഗോവ 6:54, 9:09 വരെ. മഹാരാഷ്ട്ര 7:04 മുതൽ 9:16 വരെ. ഡൽഹി 7:07 മുതൽ 9:11 വരെ. ഗുജറാത്ത് 7:23 മുതൽ 9:32 വരെ. ആൻഡമാൻ നിക്കോബാർ 5:31 മുതൽ 7:49 വരെ. UK മാഞ്ചസ്റ്റർ 8:20 മുതൽ 9:56 വരെ. ദുബായ് 6:51 മുതൽ 9:04 വരെ. സിംഗപ്പൂർ 7:07 മുതൽ 9:23 വരെ. മലേഷ്യ 7:11 മുതൽ 9:34 വരെ. റഷ്യ 8:54 മുതൽ 10:19 വരെ. USA 7:14 മുതൽ 9:05 വരെ. കാനഡ 7:37 മുതൽ 9:21 വരെ. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.